പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 84-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്. അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ നിമിഷങ്ങളിൽ ആശ്വാസമേകുന്ന, ജീവൻ നൽകുന്ന ദിവ്യകാരുണ്യനാഥനെ, സ്നേഹം നൽകുന്ന ദിവ്യകാരുണ്യനാഥനെ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം. എല്ലാം ദൈവസന്നിധിയിൽ അർപ്പിച്ച് ഒന്നും മാറ്റിവെക്കാതെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും നമുക്കുള്ളത് മുഴുവൻ ദൈവസന്നിധിയിലേക്ക് ഈ ആരാധനയുടെ തിരുമണിക്കൂറിൽ 3 മണി സമയം നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ചായിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ വിചാരങ്ങളും ചിന്തകളും മനസ്സിലൂടെ കടന്നു വരുന്ന എല്ലാ അവസ്ഥകളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നല്ല നാഥനെ നമുക്ക് പാടി ആരാധിക്കാം. സ്നേഹത്തോടുകൂടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ കണ്ണുനീരുകളും അവസ്ഥകളും ദൈവസന്നിധിയിലേക്ക് നിമിഷങ്ങളിൽ സ്നേഹത്തോടെ ചേർത്ത് വയ്ക്കാം. ഈശോ ഇതാ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റി വലിയ സൗഖ്യം കൊണ്ട് എൻ്റെ ജീവിതത്തെ നിറയ്ക്കുന്ന കർത്താവിനെ സ്നേഹത്തോടുകൂടെ നമുക്ക് ആരാധിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ദൈവസന്നിധിയിൽ ഇപ്പോൾ ഇറക്കി വെച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം ഈശോയെ.
ഈശോ ഇപ്പോൾ സ്നേഹം നിറച്ചു തരട്ടെ. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സ്നേഹമില്ലാത്ത ശൂന്യമായ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ മുൻപിൽ ഇപ്പോൾ തുറന്നു വെച്ചുകൊണ്ട് കർത്താവിനോട് പറയാം, നന്മയായിട്ടുള്ളത് ചെയ്യുവാൻ, ഈ ലോകത്തിൽ നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുവാൻ, കർത്താവെ സ്നേഹിക്കുവാൻ, എല്ലാവരെയും സഹോദരങ്ങളെ ഹൃദയം തുറന്ന് സ്നേഹിക്കുവാൻ കർത്താവെ ഒരു നല്ല ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ആഗ്രഹത്തോടെ നിമിഷങ്ങളിൽ പാടി കർത്താവിനെ ആരാധിക്കാം. ആരാധിക്കാം. സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായത്തില് സങ്കീർത്തകൻ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്, പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻപ്, ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുൻപ്, അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻപ്, ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ജീവനേകുന്നവനെ, ജീവൻ തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നവന്, ഭൂമിയിലേക്ക് നമുക്ക് രൂപം നൽകിയ നല്ല ഈശോയ്ക്ക് നമുക്ക് ആരാധന അർപ്പിക്കാം. ഒരിക്കൽ കൂടി പാടി ജീവനേകുന്ന നാഥന് ആരാധന നമുക്ക് പാടി ആരാധിക്കാം. മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യ മക്കളെ തിരിച്ചു പോകുവിനെന്ന് അങ്ങ് പറയുന്നു. എന്നിട്ട് സങ്കീർത്തകൻ പറയുകയാണ്, 1000 വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു. പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ലുപോലെയാണ് മനുഷ്യൻ. നമുക്ക് ആരാധിക്കാം. വെറും കൃമിയായ മനുഷ്യൻ പൊടിയായി തീരുവാൻ ഈ ഭൂമിയിലേക്ക് അവിടുന്ന് നമുക്ക് രൂപം നൽകി. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു. ഈ പൊടിയിലേക്ക് തന്നെ, മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന മനുഷ്യൻ, മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോകുവാനായി
വിധിക്കപ്പെടുന്ന മനുഷ്യൻ സ്നേഹത്തോടുകൂടെ ഒന്നുമില്ല അഹങ്കരിക്കുവാൻ, ഒന്നുമില്ല ഞാൻ വലിയവനാണെന്നോ അഹങ്കരിക്കാനോ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, കർത്താവ് തന്നതല്ലാതെ നമുക്ക് കർത്താവിനെ എല്ലാം തന്ന ഈശോയെ നമുക്ക് പൂർണ്ണമായിട്ട് ആരാധിക്കാം, ഹൃദയം തുറന്ന് ആരാധിക്കാം. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എല്ലാം തന്നവൻ, എല്ലാറ്റിനും ഉപരിയായവൻ, സർവശക്തനായവൻ, ഇന്നും ജീവിക്കുന്നവൻ അങ്ങ് മാത്രം, എന്നെ പരിപാലിക്കുന്നവൻ അങ്ങ് മാത്രം, എനിക്ക് ആശ്രയം വയ്ക്കുവാൻ അങ്ങ് മാത്രം. ഈ ലോകത്തിൽ സ്വന്തമാണെന്ന് കരുതിയിട്ടുള്ളത്, സ്വന്തമാണെന്ന് കരുതുന്നവർ പലരും മാറ്റി നിർത്തുമ്പോൾ കർത്താവേ, ജീവിത പങ്കാളിയും മാതാപിതാക്കളും മക്കളും ഒരുപാട് ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കുമ്പോൾ, ആത്മാർത്ഥമായി ജീവൻ മറന്നും ആരോഗ്യം മറന്നും കഴിവ് മറന്നും അവർക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ, രാവും പകലുമില്ലാതെ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടും തള്ളിപ്പറയുകയും സ്നേഹിക്കാതിരിക്കുകയും ക്ഷമിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവെ, ഒരുപാട് സങ്കടപ്പെടാറുണ്ട്. എന്താണിങ്ങനെ പലപ്പോഴും ചോദിക്കാറുണ്ട് ഈശോയോടും, പലപ്പോഴും ഈശോയോട് പരാതി പറഞ്ഞിട്ടുണ്ട്. കർത്താവെ, എങ്കിലും എനിക്കറിയാം ഈശോ അങ്ങ് മാത്രമാണ് എൻ്റെ സ്നേഹിതൻ, അങ്ങ് മാത്രമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും എൻ്റെ ചിന്തകളും കാണുന്നവൻ, എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ അറിയുന്നവൻ. കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും, ഇന്നോളം ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ദൈവസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ജീവനേകുന്നവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അത് സമൃദ്ധമായി ഉണ്ടാകുവാൻ വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്ന ഈശോയെ, ജീവൻ അത് സമൃദ്ധമായി നൽകുന്നവന്, ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും വീണു പോകുമ്പോൾ ശക്തിയായി കൂടെ വരുന്നവന് ഞാനുണ്ട് മകനെ, ശക്തി പകരാൻ, ധൈര്യം തരാൻ, ജീവൻ തരാൻ ഞാനുണ്ട്. നീ ഒറ്റയ്ക്കല്ല ജീവിതയാത്രയിൽ. തളർന്നു പോകരുത്, മനസ്സ് മടുക്കരുത് എന്ന് പറഞ്ഞ് ധൈര്യം പകരുന്ന ഈശോയെ നമുക്ക് ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സർവശക്തിയോടെ വലിയ സ്നേഹത്തോടുകൂടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈശോ, ദിവ്യകാരുണ്യ ഈശോ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനെ വലിയ സ്നേഹത്തോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്ന ആരാധന, ഹല്ലേലൂയ, ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന, ആരാധന, പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാം. ദൈവകരുണയിൽ 3 മണി സമയത്ത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ഒരുങ്ങുമ്പോൾ നമുക്കെല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കാം. ഈശോയുടെ കരുണയിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാം. വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്, ക്ലോക്കിൽ 3 മണി അടിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെയും എൻ്റെ കരുണയെ ആരാധിച്ച് പുകഴ്ത്തിക്കൊണ്ട് നീ അതിൽ പൂർണ്ണമായി നിമഗ്നയായി ലോകം മുഴുവനും വേണ്ടിയും പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് വേണ്ടി കരുണയുടെ സർവശക്തി യാചിക്കുക. ഈ നിമിഷമാണ് എല്ലാ ആത്മാക്കൾക്കും വേണ്ടി കരുണയുടെ കവാടം ഞാൻ മലർക്കെ തുറക്കുന്നത്. ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നത് എല്ലാം ലഭിക്കുന്നു. ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള
കൃപയുടെ മണിക്കൂറാണ് ഇത്. നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയം. നമുക്ക് വലിയ സ്നേഹത്തോടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. വിശുദ്ധ ഫൗസ്റ്റീനായോട് വീണ്ടും ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്: കരുണയുടെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വഴി നമ്മൾക്കും മാനവകുലത്തിനും ലഭിക്കുന്ന അനുഗ്രഹം എണ്ണിയാൽ തീരുന്നതല്ല. ദൈവത്തിൻ്റെ ക്രോധത്തെ ഇത് ശമിപ്പിക്കും. ഈ ആത്മാക്കൾ ജീവിതകാലം മുഴുവനും, പ്രത്യേകിച്ച് മരണസമയത്തും ദൈവകരുണയാൽ നിറയപ്പെടും. കരുണയുടെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എന്തും കർത്താവ് ചെയ്തു തരും. നമുക്ക് ഈ പ്രാർത്ഥനയിൽ കരുണയുടെ മണിക്കൂറിൽ പ്രത്യേകമായി കരുണയുടെ നൊവേനയൊക്കെ നമ്മൾ ചൊല്ലുവാനായിട്ട് ആരംഭിച്ചു. കരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, കരുണയുടെ ജപമാല ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ദൈവകരുണയിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാം. ഇപ്പോൾ ഈ ലോകം മുഴുവനുമുള്ള മരണാസന്നരായിട്ട് കഴിയുന്ന മക്കളെ സ്നേഹത്തോടെ കർത്താവിൻ്റെ കരുണയിലേക്ക് നമുക്ക് ഈ നിമിഷങ്ങളിൽ ചേർത്ത് വയ്ക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവർ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരങ്ങളും മക്കളും ജീവിത പങ്കാളി ആരൊക്കെയാണോ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ എല്ലാവരെയും കർത്താവിൻ്റെ കരുണയ്ക്കായി സമർപ്പിക്കാം. ഇന്ന് കരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ നമ്മൾ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ ആത്മാക്കൾ, സ്വർഗം മുഴുവൻ ഇപ്പോൾ ഇവിടെ സന്നിഹിതമാണ്. ശുദ്ധീകരണ ആത്മാക്കളും നമ്മുടെ കൂടെയുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് യാചിച്ചുകൊണ്ട് അവർ നമ്മുടെ കൂടെയുണ്ട്. ലോകം മുഴുവനുമുള്ള എല്ലാ മരണാസന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ചും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ ആത്മാക്കൾ നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നവർ, ആഗ്രഹിക്കുന്നവരാണല്ലോ. അവർക്ക് വേണ്ടി നമുക്ക് ഈ മണിക്കൂറിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരിച്ചതിൻ്റെ ദുഃഖത്തിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഈ നിമിഷങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മനസ്സിൻ്റെ എല്ലാ വേദനകളിലേക്കും ഈശോയെ നീ കടന്നു വരണമേ. പ്രിയപ്പെട്ടവരുടെ വേർപാട് ഏറ്റെടുക്കുവാൻ, സഹിക്കുവാൻ സാധിക്കാതെ, സ്വീകരിക്കുവാൻ സാധിക്കാതെ ഇപ്പോഴും അത് ഓർക്കുമ്പോൾ കണ്ണുനീരൊഴുക്കുന്ന മക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്നും അവരുടെ സങ്കടങ്ങൾ ആശ്വാസമായി നീ കടന്നു വരണമേ എന്ന് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മരണാസന്നരായിട്ട് കഴിയുന്നവർ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കാതെ, ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് കണ്ണുനീരൊഴുക്കാതെ അതേ അവസ്ഥയിൽ തന്നെ മരണത്തിനായിട്ട് കീഴ്വഴങ്ങുവാൻ ഒരുങ്ങിയിരിക്കുന്ന മക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഈ 3 മണി സമയം നമുക്ക് ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. സ്വന്തം എന്നതുപോലെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം ആഗ്രഹിക്കാം. ഒരുക്കത്തോടുകൂടെ മരണത്തിനായിട്ട് ഒരുങ്ങുവാൻ, നല്ല ഒരുക്കത്തോടുകൂടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറിയ തെറ്റുകൾ പോലും ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് നല്ല മരണത്തിനായിട്ട് ഒരുങ്ങുവാൻ കർത്താവെ, മരണാസന്നരായിട്ട് കഴിയുന്ന മക്കളെ അനുഗ്രഹിക്കണമേ എന്ന നിമിഷങ്ങളിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സ്നേഹത്തോടെ ഉയർത്താം. കരഞ്ഞാൽ കണ്ണുനീരൊപ്പുന്നവൻ, കരഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ കരയുന്ന കർത്താവ്, നമ്മൾ സങ്കടപ്പെടുമ്പോൾ കൂടെ സങ്കടപ്പെടുന്ന കർത്താവ്, സങ്കടപ്പെടുമ്പോൾ ആശ്വാസം പകരുന്ന കർത്താവ്, സ്നേഹത്തോടെ എന്തവസ്ഥയാണോ, എന്ത് ചിന്തകളാണോ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് എല്ലാം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ, മരണാസന്നരായിട്ട് കഴിയുന്ന മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നവർ എല്ലാവരെയും, ആരെയൊക്കെയാണോ ഇപ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അവരെയെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സ്നേഹത്തോടെ സമർപ്പിക്കാം. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ പൂർവികര്, മരണപ്പെട്ടു പോയ പൂർവികരെ എല്ലാവരെയും നമുക്ക് ഓർക്കാം. അവരെ ആരെങ്കിലും ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് വേദനിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവെ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് അവരെല്ലാം വഴി ചെയ്തു പോയ എല്ലാ പാപങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് നിമിഷങ്ങളിൽ ഉയർത്തിക്കൊണ്ട് അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും കരുണയായിരിക്കണമേ കർത്താവെ. ആരെയും അവിടുന്ന് തള്ളിക്കളയരുതേ, ആരെയും അവിടുന്ന് ശിക്ഷിക്കരുതേ, കരുണയോടുകൂടെ നോക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവ് ഇപ്പോൾ എല്ലാ നിയോഗങ്ങളും ഏറ്റെടുക്കും. എല്ലാ നിയോഗങ്ങളിലേക്കും അനുഗ്രഹങ്ങൾ വർഷിക്കും. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ വലിയ വിശ്വാസത്തോടെ, വലിയ തീഷ്ണതയോടുകൂടെ, ദാഹത്തോടുകൂടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ
യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ലോകമെമ്പാടുമുള്ള എല്ലാ പാപികളെയും ഈ സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുവാൻ എല്ലാ പാപികളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ ലോകത്തിലേക്ക് തന്നെ നോക്കാതെ, ലോകത്തിൻ്റെ കാര്യങ്ങളിൽ വ്യഗ്രചിത്തരാകാതെ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പ്രിയപ്പെട്ട ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ പൂർണ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലുള്ള സന്തോഷങ്ങൾ തേടി നടക്കുന്നവരാകാതെ കർത്താവെ ഉന്നതത്തിലേക്ക് നോക്കുവാൻ എല്ലാ സഹോദരങ്ങളെയും പഠിപ്പിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം എല്ലാ പാപികളെയും, കർത്താവിൻ്റെ തിരുഹൃദയത്തെ വേദനിപ്പിക്കുന്ന എല്ലാ പാപികളെയും, വീണ്ടും വീണ്ടും മുറിപ്പെടുത്തുന്ന പാപികളെ ദൈവസന്നിധിയിലേക്ക് ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് പറയാം, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഈശോയെ ഉറ്റുനോക്കി നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും, വന്നുപോയ എല്ലാ തെറ്റുകളെ ഓർത്ത് ആത്മാർത്ഥമായി ഈശോയോട് മാപ്പ് ചോദിക്കാം. ഒരു ചെറിയ തെറ്റുപോലും, ഒരു ചെറിയ പാപം പോലും ചെയ്ത് ഈശോയെ നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുവാൻ എന്നെ അനുവദിക്കരുതേ, എന്നെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞുപോയ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിനെ മറന്നു ജീവിച്ച നിമിഷങ്ങൾ, സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് എൻ്റെ ജീവിതം എന്നുള്ളത് മറന്നുപോയി ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോയ നിമിഷങ്ങൾ, ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞും വന്നുപോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ആത്മാർത്ഥമായി ഈശോയെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ശരീരത്തിൽ ചെയ്തു പോയ പാപങ്ങൾ, ചിന്തയിലും മനസ്സിൽ വാക്കുകളിൽ വന്നുപോയ പാപങ്ങൾ, സംസാരത്തിൽ വന്നുപോയ പാപങ്ങൾ, ഞങ്ങളുടെ അതിരത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കാതെ വന്നുപോയ പാപങ്ങൾ, കർത്താവെ എൻ്റെ കണ്ണുകളിലൂടെ വന്നുപോയ പാപങ്ങൾ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി കർത്താവെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. നിനക്ക് ആവശ്യമില്ലാതെ, നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പലപ്പോഴും സംസാരിച്ചു പോയി. ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുവാനിടയായി കർത്താവെ ഒരുപാട് ആഗ്രഹമുണ്ട്. ഈശോയെ വിശുദ്ധമായിട്ട് ജീവിക്കണം, വിശുദ്ധയായിട്ട് ജീവിക്കണം, സ്വർഗത്തിലെത്തിച്ചേരണം. ഈശോ ഒരുപാട് ആഗ്രഹമുണ്ട്. പലപ്പോഴും സാധിക്കാതെ വന്നു പോയ നിമിഷങ്ങൾ, ഈശോയെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം വ്യഗ്രചിത്തയായി ജീവിച്ചു പോയ നിമിഷങ്ങൾ, എല്ലാറ്റിനെയും ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവ്, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, ഇതിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയ നിമിഷങ്ങൾ കർത്താവെ എല്ലാറ്റിനെയും ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയായിരിക്കണമേ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ മക്കളുടെ മേൽ, ജീവിത പങ്കാളിയുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരുണയ്ക്കായി ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ഈശോയോട് പറയാം, ഈശോയോട് പറയാം, എല്ലാ അവസ്ഥകളെയും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട്
ലാസർ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ 4 ദിവസത്തിന് ശേഷം ഈശോ കടന്നു ചെല്ലുകയാണ്. ഇതാ മർത്ത അവനെ സ്വീകരിച്ചു. മർത്ത ഈശോയോട് പറയുന്നുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. കർത്താവിൻ്റെ വചനത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ജീവൻ തരാൻ, ജീവൻ തിരികെ എടുക്കുവാൻ കഴിവുള്ളവൻ അവനാണ്, കർത്താവാണ്. നമുക്ക് വിശ്വസിക്കാം. ഇന്ന് നമ്മളിൽ പലരും, നമ്മൾ പ്രിയപ്പെട്ടവരെല്ലാവരും മരണപ്പെട്ടുവെങ്കിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മകനെ കരയരുത്, മകളെ കരയരുത്, പ്രിയപ്പെട്ടവരെ ഓർത്ത്. കാരണം ഞാനാണ് പുനരുത്ഥാനവും ജീവനും. അവൻ മരിച്ചാലും ജീവിക്കും. കർത്താവിൻ്റെ വചനത്തിൽ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വാസം അർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സ്നേഹത്തോടെ സമർപ്പിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ സന്തോഷങ്ങളിൽ മുഴുകാതെ കർത്താവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ, കർത്താവിലേക്ക് മാത്രം നോക്കുവാൻ, സ്വർഗനാട്ടില് പ്രിയൻ തീർത്തിടുന്ന സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ. എൻ്റെ ഭവനം ഇവിടെയല്ല, ഇവിടെയുള്ള ഭവനം നശ്വരമാണ്, അനശ്വരമായ ഭവനത്തെയാണ് ഞാൻ ലക്ഷ്യമാക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ കർത്താവെ എന്നെ പഠിപ്പിക്കണമേ. ഈ മരുഭൂമി യാത്രയിൽ, ഈ തീർത്ഥയാത്രയിൽ, സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഈ യാത്രയിൽ തളർന്നു വീഴാതെ കർത്താവെ അങ്ങ് കൂടെയുണ്ട് ധൈര്യം പകരാൻ, അങ്ങ് കൂടെയുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തോടെ നിന്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകാതെ, പിന്തിരിഞ്ഞു നോക്കാതെ സ്വർഗത്തെ മാത്രം നോക്കി ജീവിക്കുവാൻ, സന്തോഷത്തോടെ ജീവിക്കുവാൻ. ഈ ലോകത്തിൽ അങ്ങ് എത്ര നാൾ ആയുസ്സും ആരോഗ്യവും തരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞങ്ങൾക്കറിയത്തില്ല കർത്താവെ. എത്ര നാൾ ജീവിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ ഞങ്ങൾക്കറിയത്തില്ല കർത്താവെ. ആ നാൾ വരെയും സന്തോഷത്തിൽ ജീവിക്കാൻ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ, ജീവിതത്തിലെ സങ്കടങ്ങളിൽ തളർന്നു വീഴാതെ എല്ലാം നന്മയ്ക്കായിട്ട് അങ്ങ് മാറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാം സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മനുഷ്യൻ വെറും പുല്ലുപോലെ ഇന്ന് വിടരുകയും നാളെ വാടിപ്പോവുകയും ചെയ്യുന്ന അത്രയും ഉള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും നന്മ ചെയ്തും സഹായിച്ചും സഹോദരങ്ങളെ പരസ്പരം സ്നേഹിച്ചും പലതും വിട്ടുകൊടുത്തും പലതും ക്ഷമിച്ചും എന്ത് വലിയ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായാലും എത്ര വലിയ മുറിവുകൾ ഉണ്ടായാലും മുറിപ്പെടുത്തിയവരോടൊക്കെ ആത്മാർത്ഥമായിട്ട് ക്ഷമിച്ചും കർത്താവെ മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങൾക്ക് ധൈര്യം തരണമേ, ഞങ്ങൾക്ക് ബലം തരണമേ. ഞങ്ങൾ ആഗ്രഹിക്കാത്ത പലതും ജീവിതത്തിൽ വന്നു പോകുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് അനുവദിക്കുമ്പോൾ, ജോബിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തത് പലതും കടന്നു വന്നപ്പോൾ തൻ്റെ ശരീരവും തൻ്റെ പ്രിയപ്പെട്ടവരും തനിക്കുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടപ്പോഴും ജോബ് ദൈവത്തെ തള്ളി പറയാതെ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയം വെച്ചതുപോലെ, ദൈവത്തിൽ സന്തോഷം കണ്ടെത്തിയതുപോലെ പ്രിയപ്പെട്ടവരൊക്കെ ദൈവത്തെ തള്ളി പറയുവാൻ പറഞ്ഞപ്പോഴും ദൈവത്തെ തള്ളി പറയാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ജീവിക്കുവാൻ കർത്താവെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലും, രോഗിയാണ് ഞാൻ ഇന്നെങ്കിലും കർത്താവെ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവത്തെ തള്ളി പറയാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് നിമിഷങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും കുടുംബത്തെ മുഴുവൻ സമർപ്പിക്കുമ്പോൾ കുടുംബത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ തിക്ത അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ജീവിത പങ്കാളിയെ ഓർക്കുമ്പോൾ തന്നെ കണ്ണു നിറയുന്ന അനുഭവം,
മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുന്ന അനുഭവം, അവരുടെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ആകുലതയാണ്, ഉത്കണ്ഠയാണ്. എന്താണോ അലട്ടുന്നത് മുഴുവൻ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ, കർത്താവേ, ഈ ലോകത്തിൽ സ്വർഗത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ എന്തൊക്കെ തടസ്സങ്ങളും എന്തൊക്കെ അനുഭവങ്ങളുണ്ടായാൽ, തിരമാല അടിക്കുന്ന അനുഭവങ്ങളും കൊടുങ്കാറ്റ് നിറഞ്ഞ അനുഭവങ്ങൾ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ മാറി മാറി കടന്നു വന്നാലും കർത്താവെ, അതിനെയെല്ലാം വലിയ ധീരതയോടുകൂടെ തള്ളി മാറ്റിക്കൊണ്ട് കർത്താവ് എൻ്റെ കൂടെയുണ്ട്, സർവശക്തവൻ ശക്തനായവൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ധൈര്യം തരണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ട് എല്ലാ അനുഭവങ്ങളെയും നന്മയാക്കി മാറ്റുന്ന എല്ലാ അനുഭവങ്ങളെയും കർത്താവ് കൃപകളാക്കി മാറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സർവശക്തിയോടെ സ്നേഹത്തോടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, സന്തോഷത്തോടെ വലിയ ആനന്ദത്തോടെ സ്വർഗനാട്ടില് പ്രിയ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ നമുക്ക് ആഗ്രഹത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കണം. എന്തൊക്കെ തകർച്ചകളുണ്ടായിക്കോട്ടെ, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്രയിൽ തളർന്നു വീഴാതിരിക്കുവാൻ ശക്തി പകർന്നവൻ, ധൈര്യം പകർന്നവൻ, അപ്പം നൽകിയവൻ, ജലം നൽകിയവൻ എൻ്റെ ആത്മീയ ജീവിതത്തെയും ശക്തിപ്പെടുത്തുവാൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ തളരുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ നിനക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കും, നിനക്ക് വേണ്ടി ഞാൻ സ്വരമുയർത്തും, നിന്റെ സ്വരമായിട്ട് ഞാൻ മാറും. ഈ ഭൂമിയിൽ ഓടി നടന്ന് നിനക്ക് ഞാൻ സാക്ഷ്യം വഹിക്കും. ഈശോയ്ക്ക് വാക്കുകൊടുക്കാം. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും, തള്ളി പറഞ്ഞാലും, ഈശോയ്ക്ക് വേണ്ടി വചനം പ്രഘോഷിക്കുമ്പോൾ തളർച്ചകളും പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നാലും കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കും, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഈശോയെ മഹത്വപ്പെടുത്താം. All
ആഗ്രഹത്തോടെ എനിക്ക് എൻ്റെ ഈശോയെ കാണണം, സ്വർഗത്തിലെത്തണം. സ്വർഗത്തിലെത്തുന്നത് വരെ ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. ഈശോയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ ഈ ലോകത്തിൽ ചുറ്റി നടന്ന് ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കണം, ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും, പ്രിയപ്പെട്ടവരൊക്കെ മാറ്റി നിർത്തിയാലും, സ്നേഹിതരെല്ലാം തള്ളി പറഞ്ഞാലും എനിക്ക് എൻ്റെ ഈശോ മതി. എനിക്ക് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. ഈശോയുടെ സ്വരമായിട്ട് മാറണം. ഈശോയുടെ കൈയും കാലുമായിട്ട് എനിക്ക് മാറണം. ഈശോ ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യണം. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ മാത്രം എനിക്ക് ജീവിക്കണം. ആഗ്രഹത്തോടെ സ്വർഗത്തെ സ്വപ്നം കാണുന്നവരായി ജീവിക്കുവാൻ എനിക്ക് എൻ്റെ ഈശോയുടെ മടിയിലിരിക്കണം. എനിക്ക് എൻ്റെ ഈശോയെ കാണണം, അമ്മയെ കാണണം. ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി ഈ വലിയൊരാഗ്രഹം ഈശോയോട് നമുക്ക് പറയാം. ഈശോയോട് നമുക്ക് പറയാം. ആഗ്രഹിക്കുന്നവരെല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്വരം ഉയർത്തി സർവശക്തിയോടുകൂടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈ ലോകത്തിൽ നിന്നും മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ സമയം പോലും മരണപ്പെട്ടു പോകുന്നവര്, ലോകം മുഴുവനുമുള്ള ഇന്ന് ഈ ലോകത്തു നിന്ന് വേർപിരിഞ്ഞു പോയവരും ഇനിയും ഈ ലോകത്തു നിന്ന് വേർപിരിഞ്ഞു പോകാൻ ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോകാനുള്ളവരും എല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ കർത്താവെ, എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും എല്ലാവരെയും നിമിഷങ്ങളിൽ നമുക്ക് ഓർക്കാം. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റണമേ, സ്വർഗരാജ്യത്തിൽ അവകാശികളാക്കി മാറ്റണമേ. സ്വർഗരാജ്യത്തിൽ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ എപ്പോഴും മാലാഖമാരോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുവാനുള്ള വലിയ ഭാഗ്യം ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കൾക്കും കൊടുക്കണമേ എന്ന് കണ്ണുനീരോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്ക് കൊടുക്കണമേ എന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാം. മരണാസന്നരായിട്ട് കഴിയുന്ന മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരുത്തരുതേ എന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ നൊവേനയിൽ 8ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, 8ാമത്തെ ദിവസത്തിൽ നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയെ വളരെയധികം സ്നേഹിക്കുന്ന ശുദ്ധീകരണ ആത്മാക്കളുടെ നീറുന്ന മനസ്സുകൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് ആശ്വസിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്ത് വേദനിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും കണ്ണുനീരോടുകൂടെ ഈ നൊവേനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കരുണയുള്ള ഈശോയെ, കരുണയുള്ള ഈശോയെ, കരുണയുള്ള ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ സഹതാഭാർദ്രമായ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ നീതി പൂർത്തിയാക്കേണ്ടവരാണ് ഇവർ. അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തവും ജലവും അഗ്നിജ്വാലകളെ ശമിപ്പിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ കരുണയുടെ ശക്തി അവിടെയും പുകഴ്ത്തപ്പെടട്ടെ. നിത്യനായ പിതാവേ, ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാ കടാക്ഷം ഉണ്ടാകണമേ. ഈശോ സഹിച്ച കയ്പ് നിറഞ്ഞ ക്ലേശങ്ങളെയും ആത്മാവിൽ നിറഞ്ഞ എല്ലാ സഹനങ്ങളെയും പ്രതി ഞാൻ അങ്ങയോട്
അങ്ങയോട് ഞാൻ അങ്ങയോട് യാചിക്കുന്നു. നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം ഇപ്പോൾ വർഷിക്കണമേ. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുറിവുകളിലൂടെ മാത്രം അങ്ങ് അവരെ നോക്കണമേ. അങ്ങയുടെ ദയയ്ക്കും നന്മയ്ക്കും അതിരുകളില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കരങ്ങളിൽ ജപമാല എടുക്കാം. കരുണയുടെ ജപമാല ചൊല്ലി ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും ലോകം മുഴുവനെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ചും ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരും നമ്മുടെ പ്രിയപ്പെട്ടവരും എല്ലാവരെയും, നമ്മുടെ സമൂഹങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവിൻ്റെ കരുണയ്ക്കായി ചേർത്ത് വെച്ച് കരുണയുടെ ജപമാലയിൽ വളരെ ഭക്തിയോടെ വിശ്വാസത്തോടെ നമുക്ക് പങ്കുചേരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിന് ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധ
പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഒരിക്കൽ കൂടി ശുദ്ധീകരണ ആത്മാക്കളെയും മരണാസന്നരായിട്ട് കഴിയുന്നവരെയും നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും കർത്താവിൻ്റെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും പ്രത്യേകിച്ചും മരണാസന്നരായിട്ടും ശുദ്ധീകരണ സ്ഥലത്തൊക്കെ വേദനിക്കുന്നവരുടെ മേലൊക്കെ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ ചേർന്ന് പാടാം. പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. കരുണയുണ്ടാകണമേ. ഒരിക്കൽ കൂടി കരുണയുണ്ടാകണമേ. ദിവ്യകാരുണ്യലത്തിനിയയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ നിയോഗങ്ങളും സ്നേഹത്തോടെ ദിവ്യകാരുണ്യനാഥൻ്റെ കരുണയുള്ള ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. ശുദ്ധീകരണ ആത്മാക്കളെ പ്രത്യേകം ഓർത്തും കരുണയുടെ ഹൃദയത്തിലേക്ക്, നല്ല ഈശോയുടെ സന്നിധിയിലേക്ക് സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് മറുപടിയായിട്ട് പ്രാർത്ഥിക്കാം. ചൊല്ലാം. സ്രഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അഗ്രാഹ രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അമാനുഷ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്നും ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ മുറിവുകളിൽ നിന്നും ഒഴുകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി നൽകിയ ജ്ഞാനസ്നാനത്തിന്റെയും കുംഭസാരത്തിന്റെയും കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിലും പൗരോഹിത്യത്തിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിന് പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ,
ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാവരെയും എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമാകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ സ്വർഗീയ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇനിയുള്ള പ്രാർത്ഥനകൾക്ക് കർത്താവേ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ എന്ന് ചൊല്ലാം. കുരിശിൽ മരിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ കാണിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. മിശിഹായേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണയെ കർത്താവിന്റെ കരുണയെ ഞാൻ എന്നും പാടിപ്പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ. ദയാപൂർവം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനസ്സുമടുക്കാതെ അങ്ങയുടെ തിരുമനസ്സ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. ശിരസ് നമിച്ചുകൊണ്ട് എല്ലാറ്റിനെയും ഓർത്ത് നന്ദി പറയാം. ഈ തിരുമണിക്കൂറിൽ കർത്താവ് നൽകിയ വലിയ കാരുണ്യത്തെയും വിടുതലിനെയും സ്നേഹത്തെയും സൗഖ്യത്തെയും എല്ലാറ്റിനെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി നന്ദി